നമസ്കാരം. കേരളത്തിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സാധ്യത തുറന്നിട്ടിരിക്കുകയാണ് UDF. പാലക്കാട് ഭൂരിപക്ഷം ലഭിച്ച ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP അട്ടിമറിക്കുവാനായിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ, അതായത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായ മരക്കാർ മാരായമംഗലത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോകണം എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണകളും UDFന് നൽകാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ LDFനെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള അനുമതികളും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നേടിയെടുത്തു എന്നാണ് മരക്കാർ മാരായമംഗലം പറയുന്നത്. പക്ഷേ യാക്കര ഉൾപ്പെടെയുള്ള BJPയിൽ നിന്നൊരൽപ്പം അകലം പാലിക്കുന്ന വാർഡുകളിൽ, അത്തരം വാർഡുകളിലൊക്കെയും UDF നേരിട്ടത്, അല്ലെങ്കിൽ LDF UDFനെ നേരിട്ടത് UDFനെതിരെയുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ രീതിയിൽ നേരിട്ട വിജയിച്ചതിന് ശേഷം അവിടുത്തെ ജനങ്ങളെ വഞ്ചനാപരമായൊരു സമീപനത്തിലേക്കാണ് ഇപ്പോൾ കുരുക്കിയിട്ടിരിക്കുന്നത്. ഇനി വരും നാളുകളിൽ വീണ്ടും കേരളത്തിലും ഇന്ത്യ സഖ്യങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് പാലക്കാട് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി UDFൻ്റെ ഭാഗത്തും SDPI LDFൻ്റെ ഭാഗത്തും നിന്നുകൊണ്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രീതിയിലുള്ള ഭീകരവാദ സംഘങ്ങൾ, ഭീകരവാദി സംഘടനകൾ UDFൻ്റെയും LDFൻ്റെയും ഭാഗമായി നിന്നുകൊണ്ട്, അതായത് CPM SDPIയുടെ ചുമലിലേറിക്കൊണ്ടാണ് പല പഞ്ചായത്തുകളും ഭരിക്കുന്നത് എന്ന് SDPI തന്നെ ഇന്നലെ തുറന്നു സമ്മതിച്ചു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യമായ പിന്തുണ UDFന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഇസ്ലാമികവത്കരണത്തോടുകൂടി UDFും LDFും ചേർന്ന് ഒരു ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ കേരളത്തിൽ തുറന്നിട്ടിരിക്കുന്നത്. എന്തായാലും പാലക്കാടത്തെ ജനങ്ങൾ വലിയ ജനസമിതിയാണ് ഇപ്പോഴും BJPക്ക് കൊടുത്തത്. അതിൻ്റെ അർത്ഥം പാലക്കാട് ഒരു ഭരണവിരുദ്ധ തരംഗം ഇല്ല എന്നുള്ളതാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് മരക്കാർ മാരായമംഗലം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാലക്കാട് നിന്ന് വിവിധ കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം പാലക്കാട് ഇടതുപക്ഷത്തെ UDF നേരിട്ടത് പല രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിരത്തിയാണ്. അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു കഴമ്പുമില്ലാതെ സ്വർണ്ണക്കൊള്ളയിൽ, അതായത് കേരളം മൊത്തം വൈറലായ പോറ്റിയെ കേറ്റിയെ തുടങ്ങിയ ഗാനങ്ങളൊക്കെ UDF രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഈ രീതിയിലുള്ളൊരു ചർച്ച കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുള്ളിൽ കൊഴുപ്പിക്കുകയായിരുന്നു. ആ രീതിയിലാണ് UDF LDFനെ മറികടന്ന് പലയിടങ്ങളിലും വിജയിച്ചു കയറിയത്. എന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും UDFും LDFും തമ്മിൽ യോജിക്കുന്നു എന്നാൽ ആ സ്വർണ്ണക്കൊള്ളയിൽ അടക്കം UDFന് തീർച്ചയായിട്ടും LDFനെ പിന്തുണയ്ക്കാനാകും. ഇതൊരു നാടകം മാത്രമാണ് ഇവർ നടത്തിയത് എന്ന കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്നത്. പല ആൾക്കാരെ അവിടെ ചോദ്യം ചെയ്യുമ്പോഴും പത്മകുമാറിനെ ആയാലും വാസുവിനെ ആയാലും PS പ്രശാന്തിനെ ആയാലും അവിടെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റേ അറ്റത്ത് കോൺഗ്രസ് കൂടി ഉണ്ട് എന്ന് വേണം കണക്കാക്കാൻ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് ഏലസും അവിടെ സ്വർണവും ഒക്കെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കൈകളിലൊക്കെ ബന്ധിക്കുമ്പോൾ ഈ ബാന്ധവത്തിൻ്റെ ഒരു അറ്റം കോൺഗ്രസിലേക്കും നീളുന്നു എന്ന് വേണം കേരള സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ളൊരു രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെ ആയാലും മരക്കാർ മാരായമംഗലം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ അനുവാദം വാങ്ങിക്കൊണ്ടാണ് ഈ ഇന്ത്യ സഖ്യ സാധ്യതകളുമായി ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് കോൺഗ്രസും ഏറെക്കുറെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ കാണാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.